My name is Bhavi. I'm Kollam ജില്ലയിലെ ചവറയിലെ NSM പ്രൈവറ്റ് ഐറ്റിയിലെ മെക്കാനിക് ഇൻസ്ട്രക്ടറാണ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എഞ്ചിനെ കുറിച്ചാണ്. അതിനു മുമ്പായി നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. എന്താണ് IC എഞ്ചിൻ? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. IC മീൻസ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അതിന് മുന്നായിട്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. വാട്ട് ഈസ് എഞ്ചിൻ? എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ഓഫ് ദ ഫ്യൂൽ ഇൻടു മെക്കാനിക്കൽ എനർജി. അതായത് ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജത്തെ യാന്ത്രിക ഊർജമാക്കി മാറ്റുക എന്നതാണ് എഞ്ചിന്റെ ധർമ്മം. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ടേംസ്. ഈ ടേംസ് അറിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലാക്കൂ കാര്യങ്ങളല്ല. അപ്പൊ അതിന് മുന്നോട്ടായിട്ട് നമുക്ക് ഒരു ടെർമിനോളജിയെ കുറിച്ച് പഠിക്കാം. എഞ്ചിൻ ടെർമിനോളജിയെ കുറിച്ച് പഠിക്കുക. എന്താണ് എഞ്ചിൻ ടെർമിനോളജി? ഇപ്പൊ നമുക്ക് ഫിഗർ കാണാം. ഒരു ചെറിയ ലൈൻ ഡയഗ്രം ഞാൻ വരച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാകുന്നത്? ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. ഇതാണ് ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്തായി ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് മുകളിലും താഴേക്കും സഞ്ചരിക്കും. അപ്പ് ആൻഡ് ഡയറക്ഷൻ. ആ മോഷനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിന് മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നു. അതിന് മുന്നേ ഇവിടെ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ അകത്തായിട്ട് പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റൺ മുകളിലുള്ള ഭാഗത്തിനെ നമ്മൾ TDC എന്ന് പറയുന്നു. എന്താണ് TDC? ടോപ്പ് ഡെഡ് സെന്റർ. പിസ്റ്റൺ മുകളിലായിരിക്കുമ്പോൾ മാക്സിമം എക്സ്ട്രീം പൊസിഷനെയാണ് TDC എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പിസ്റ്റൺ താഴേക്കായിരിക്കുമ്പോൾ, പിസ്റ്റൺ താഴെയുള്ള പൊസിഷൻ ആയിരിക്കുമ്പോൾ അതിനെ നമ്മൾ BDC എന്ന് പറയുന്നു. അടുത്തതായി ബോർ. എന്താണ് ബോർ? ഈ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് ബോർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിന്റെ ഉൾവാസത്തെയാണ് ബോർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് സ്ട്രോക്ക്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം BDC to TDC or TDC to BDC. അതായത് പിസ്റ്റൺ TDC നിന്നും BDC വരെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് വെച്ചാൽ എന്താണ് സെപ്റ്റ് വോളിയം? സെപ്റ്റ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? കണ്ടല്ലോ സെപ്റ്റ് വോളിയം. അതായത് പിസ്റ്റൺ TDC നിന്നും BDC വരെ ആ ട്രാവലിന് എത്രമാത്രം വോളിയം കവർ ആവുന്നോ അതിനെയാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ BDC വരെ ട്രാവൽ ചെയ്യുന്ന എത്രമാത്രം വോളിയം കവർ ആകുന്നോ അതിനെയാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. സെപ്റ്റ് വോളിയത്തിന് വേറെ ഒരു പേരുണ്ട്, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഓർ സെപ്റ്റ് വോളിയം. ഓക്കേ, നെക്സ്റ്റ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാല് പിസ്റ്റൺ TDC ആയിരിക്കുമ്പോൾ, പിസ്റ്റൺ സിലിണ്ടറിനകത്ത് TDC ആയിരിക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിലുള്ള കംപ്രഷൻ ചാമ്പർ ഉൾപ്പെടെ വരുന്ന ആ ഗ്യാപ്പിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റന്റെ മുകളിലുള്ള ആ ഗ്യാപ്പിനെയാണ് കംപ്രഷൻ ചാമ്പർ എന്ന് പറയുന്നത്. അടുത്തത് കംപ്രഷൻ റേഷ്യോ.
കംപ്രഷൻ റേഷ്യോ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇത് ചോദിക്കാറുണ്ട്. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ compression is nothing but സെപ്റ്റ് വോളിയം. സെപ്റ്റ് വോളിയം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? TDC നിന്നും BDC വരെ ചലിക്കുമ്പോൾ കവറാവുന്ന വോളിയത്തെയാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, TDC to BDC ഇതാണ്. അപ്പം ഈ കവറാവുന്ന സെപ്റ്റ് വോളിയം പ്ലസ് ഈ ക്ലിയറൻസ് വോളിയം, അതായത് പിസ്റ്റന്റെ മുകളിലോട്ടുള്ള ഗ്യാപ്പിനെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നു. അങ്ങനെ ആണെങ്കിൽ സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇതാണ് കംപ്രഷൻ റേഷ്യോയുടെ വൺ ഓഫ് ദ ഫോർമുല. ഇതൊരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വേറൊരു ഫോർമുല ഉണ്ട്, പരീക്ഷ PSC അടുത്തേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കംപ്രഷൻ റേഷ്യോ? അതിൽ ഓപ്ഷൻ കിടന്ന ഇതാണ്, ടോട്ടൽ വോളിയം, അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴെ വരെ, TDC നിന്ന് സിലിണ്ടറിന്റെ ടോപ്പിൽ നിന്ന് സിലിണ്ടർ താഴെ വരെയുള്ള അതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നു. പ്ലസ് ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇതാണ് കംപ്രഷൻ റേഷ്യോയുടെ ഫോർമുല. ഇത് ഓക്കെ, ഇത് ഓക്കെ, both are right. Okay, next one, IHP. IHP means indicated horsepower. Indicated horsepower എന്ന് വെച്ചാൽ എന്താണ്? എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ ജ്വലനം ഉണ്ടാകും കിട്ടുന്ന പവറിനെയാണ് IHP എന്ന് പറയുന്നത്. The power developed in the engine cylinder is called indicator power. എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ പവർ കിട്ടുന്ന പവറിനെയാണ് IHP എന്ന് പറയുന്നത്. അതുപോലെ BHP എന്താണ്? ബ്രേക്ക് ഹോഴ്സ് പവർ. ബ്രേക്ക് ഹോഴ്സ് പവർ വെച്ചതാണ് ക്രാങ്ക് ഷാഫ്റ്റിൽ ലഭിക്കുന്ന പവറിനെയാണ് BHP എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ എവിടെ പോകും? ഫ്ലൈവീൽ വഴി, ക്ലച്ച് വഴി, ട്രാൻസ്മിഷൻ വഴി വീലുകളിൽ എത്തിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രിക്ഷൻ പവർ, ഫ്രിക്ഷൻ ഹോഴ്സ് പവർ. ഫ്രിക്ഷൻ ഹോഴ്സ് പവർ വെച്ചാൽ എന്താണ്? എഞ്ചിൻ സിലിണ്ടറിനുള്ള പിസ്റ്റൺ സിലിണ്ടറിലെ റെസിപ്രോക്കേറ്റീവ് മോഷനാണ് നടക്കുന്നത്. അവിടെ പിസ്റ്റൺ മുകളിലും താഴെയാണ് നടക്കുന്നത്. ഈ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്താണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ആവുന്നു. അതിന്റെ ഫലമായി നമുക്ക് കുറച്ച് ലോസ് ആവുന്നു, എനർജി ലോസ് ആവുന്നു. അതിനാണ് ഫ്രിക്ഷൻ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഹോഴ്സ് പവർ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, FHP equal to IHP minus BHP. ഇതാണ് ഫ്രിക്ഷൻ ഹോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമുക്ക് അറിയേണ്ടത് എഞ്ചിൻ കപ്പാസിറ്റി. എന്താണ് എഞ്ചിൻ കപ്പാസിറ്റി? കപ്പാസിറ്റി is nothing but CC, cubic centimeter. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസിനകത്ത് വെള്ളം ഒഴിക്കുന്നു. ആ ഗ്ലാസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ വെള്ളത്തിനെ, അതാണ് ആ സിലിണ്ടർ, അതാണ് കപ്പാസിറ്റി. അത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നു. അടുത്തത് വോളിമെട്രിക് എഫിഷ്യൻസി. വോളിമെട്രിക് എഫിഷ്യൻസി കഴിഞ്ഞാല് സക്ഷൻ ടൈമില് അന്തരീക്ഷത്തിലെ എയറിന്റെ വോളിയം, സക്ഷൻ ടൈമില് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന എയർ, അറ്റ്മോസ്ഫിയറിലെ എയർ എഞ്ചിൻ സിലിണ്ടറിൽ വരുമ്പോൾ അതിന്റെ വോളിയവും പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള അനുപാതമാണ് വോളിമെട്രിക് എഫിഷ്യൻസി. The ratio of power delivered and power available in engine, that is called volumetric efficiency. ഇതൊക്കെയാണ് IC എഞ്ചിൻ ടെർമിനലുകളുടെ പഠിച്ച കുറച്ച് ടേംസ് കാര്യങ്ങൾ. ഇതിനകത്ത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഞ്ചിനെ കുറിച്ചാണ്, എഞ്ചിന്റെ ക്ലാസിഫിയെ കുറിച്ചാണ്. അത് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇത്ര നേരം സഹകരിച്ചതിന് നന്ദി, നമസ്കാരം.